വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDF അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതിൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും വലിയ അംഗബലം ആണ് കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ വലിയൊരു വിജയം നേടുമ്പോൾ അവരെ ആരാണ് സഭയിൽ നയിക്കുക, ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച നിർണായകമായ തീരുമാനമാണ് ഹൈക്കമാൻഡ് കൈക്കൊള്ളേണ്ടത്. അതിൽ ആണ് നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തുകയും MLA-മാരുടെ അഭിപ്രായങ്ങൾ ആരായുകയും അങ്ങനെ അവരിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, UDF അധികാരത്തിൽ വരികയാണ് എങ്കിൽ മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച ചർച്ചകളുണ്ടാകും. ഒരുപക്ഷെ ആ ചർച്ചകൾ തർക്കങ്ങളിലേക്ക് പോയേക്കാം, വലിയ വിവാദങ്ങൾ ഉണ്ടായേക്കാം, വിഴുപ്പലക്കലുകൾക്ക് സാധ്യതയുണ്ടായേക്കാം. അങ്ങനെയുള്ള പല നിരീക്ഷണങ്ങളും രാഷ്ട്രീയ കോണുകളിൽ നിന്ന് നേരത്തെ തന്നെ ഉണ്ടായതാണ്. ഇപ്പോഴും അത്തരത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ചില നിർണായകമാകുന്ന നീക്കങ്ങൾ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് വസ്തുത. പക്ഷേ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇതുവരെയും ഈ നേതാക്കളെ പിന്തുണയ്ക്കുന്നവർ ആരും തന്നെ വലിയ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ ആ 3 പേരുകൾ ഏതൊക്കെ എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ ഒന്ന് VD സതീശനാണ്, മറ്റൊന്ന് രമേശ് ചെന്നിത്തലയാണ്, അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ. ഈ 3 പേരുകളിൽ KC വേണുഗോപാൽ വ്യത്യസ്തനാകുന്നത് അദ്ദേഹം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. മറ്റ് 2 നേതാക്കളും മത്സരിക്കുകയും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ KC വേണുഗോപാൽ കേരളത്തിൽ മത്സരിക്കാതിരുന്നതിന് മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. ഒരു പക്ഷേ ഒരു MP-ക്ക് മാത്രമായി ഇളവ് നൽകിയാൽ മറ്റ് MP-മാർ ഉൾപ്പെടെ ഇത്തരത്തിൽ മത്സരിക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. നമ്മളങ്ങനെ പിന്നോട്ട് പോകുമ്പോൾ അവിടെ K സുധാകരൻ ഉണ്ടാക്കിയ പുലിവാല് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിനെ പോലെയുള്ളവർ, ഷാഫി പറമ്പിലിനെ പോലെയുള്ള യുവ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരൊക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്താൻ ആഗ്രഹിച്ചിരുന്നവർ ആണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഇളവ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോവുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടിയാണ് വളരെ സജീവമായി KC വേണുഗോപാലിന്റെ പേരുകൂടി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഹൈക്കമാൻഡിന് മുന്നിൽ ഉള്ള വെല്ലുവിളി? എന്തുകൊണ്ടാണ് ഈ ചർച്ചകൾ നീണ്ടുപോകുന്നത്? വളരെ പെട്ടെന്ന് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസിന് എന്താണ് തടസ്സം? അതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ഈ 3 പേരുകൾ അനുകൂലവും പ്രതികൂലവും ഘടകങ്ങൾ ഏതൊക്കെ എന്നത് നമുക്കൊന്ന് വിലയിരുത്താം. പേരുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ തന്നെയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്ന് നയിച്ചത് VD സതീശൻ ആയിരുന്നു. അതുമാത്രവുമല്ല, ഒരുപക്ഷെ കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളുടെയും പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സതീശൻ തന്നെയാണ് എന്നും 100-ലധികം സീറ്റുകൾ നേടുമെന്നും 1 ഡസൻ മന്ത്രിമാർ പരാജയപ്പെടും എന്നും വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് VD സതീശനാണ്. ആ നിലയിൽ തന്നെ നമുക്ക് വിലയിരുത്തുമ്പോൾ ഈ മുന്നണിയെ വിജയത്തിലേക്ക് എത്തിച്ചതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയത് VD സതീശൻ ആണ് എന്നത് നമുക്ക് അസന്നിഗ്ധമായി തന്നെ പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷത്തിന്റെ പ്രത്യേകത 99 ഭരണപക്ഷ MLA-മാരോട് കൂടിയാണ് 2ാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരുന്നത്. അപ്പോൾ പ്രതിപക്ഷ ബെഞ്ചിന്റെ അംഗബലം എത്ര എന്നത് നമുക്കറിയാം. അത്രമേൽ ശക്തമായ ഒരു ഭരണകക്ഷിയെ നേരിടാൻ, സജീവമായി തന്നെ വിഷയങ്ങളിൽ ഇടപെടാൻ VD സതീശന് സാധിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള വാഗ്വാദങ്ങൾ തുറന്ന സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന വെല്ലുവിളി പോലും VD സതീശൻ ഏറ്റെടുത്തു എന്ന് മാത്രവുമല്ല, സമയവും ഇടവും നിശ്ചയിച്ചാൽ മതി എന്നുകൂടി VD സതീശൻ പറഞ്ഞു വെച്ചൊരു സാഹചര്യമുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ, സാമൂഹികമായ വിഷയങ്ങൾ എന്നിവയിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കും. ആ നിലയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു VD സതീശൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അനുകൂലമാകുന്ന ഘടകം എന്നത്. ഒപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ മുന്നണിയെ ഒന്നാകെ വലിയ തരത്തിൽ വിശ്വാസത്തിലെടുക്കാൻ തീർച്ചയായും VD സതീശന്റെ നേതൃത്വത്തിന് സാധിച്ചിരുന്നു എന്നതിൽ തർക്കമില്ല. മുന്നണിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുകയും അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്തു. ചില ആളുകളെ മാറ്റി നിർത്തേണ്ടതുണ്ട് എന്ന് പരസ്യമായി തന്നെ പറയുകയും ഒരുപക്ഷെ അവരുടെ വിയോജിപ്പുകളും എതിർപ്പുകളും നേരിടുകയും ചെയ്തപ്പോൾ പോലും ഈ ടീം UDF-ന് വിജയിക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം VD സതീശൻ പുലർത്തുകയും ആ ആത്മവിശ്വാസം നിർണായകമാവുകയും ചെയ്തു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നത് ഇടത് അതൃപ്തർ. നമുക്കറിയാം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും, വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് VD സതീശൻ പറഞ്ഞിരുന്നു. ആ വിസ്മയം നമ്മൾ പയ്യന്നൂരിലും തളിപ്പറമ്പിലും അതോടൊപ്പം തന്നെ അമ്പലപ്പുഴയിലും അടക്കം കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇടത് അതൃപ്തരെ അടക്കം ഒപ്പം നിർത്തുവാനുണ്ടായ സാഹചര്യം എന്നത് തീർച്ചയായും VD സതീശനാണ് മറുഭാഗത്ത് നിന്ന് നയിക്കുന്നത് എന്നും അവിടെ പിണറായി
സർക്കാരിന് വലിയ വെല്ലുവിളി ഉയർത്താൻ വി ഡി സതീശന് സാധിച്ചു എന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമായി നമുക്ക് വി ഡി സതീശനെ വിലയിരുത്താൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഘടകകക്ഷികളുടെ നിലപാടുകൾ വളരെ നിർണായകമായി മാറും. അവിടെ മുസ്ലിം ലീഗിന് സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവാണ് വി ഡി സതീശൻ എന്നത് ഇപ്പോൾ തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷികൾക്കും നിലവിൽ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി കരുത്തനായ നിലപാടുകൾ സ്വീകരിക്കുന്ന കർക്കശക്കാരനായ ഒരാൾ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരേണ്ടത് എന്ന അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി CP ജോണിൻ്റേത്, KK രമയുടേത്, അനൂപ് ജേക്കബിൻ്റേത്, ഷിബു ബേബി ജോണിൻ്റേത്, അബു ജോൺ ജോസഫിൻ്റേത് ഉൾപ്പെടെയുള്ള നിലപാടുകൾ കൂടി നിർണായകമാകാൻ പോകുന്നത്. അവിടെ എത്ര പേർ അനുകൂലിക്കും എന്നത് പ്രധാനപ്പെട്ട ഒന്നായി മാറും എന്നതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊരു വിഷയം എന്നത് ഇനി നമ്മൾ വി ഡി സതീശനുമായി താരതമ്യം ചെയ്യുമ്പോൾ വി ഡി സതീശന് പ്രതികൂലമാകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെ എന്നതാണ്. അതാണ് ഏറ്റവും നിർണായകം. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ അടക്കം മത്സരിച്ച സ്ഥാനാർത്ഥികൾ അതിൽ ഭൂരിഭാഗവും വിജയിച്ചു കയറി. അതായത് 102 പേർ വിജയിച്ചു കയറുമ്പോൾ അതിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് 63 അംഗങ്ങൾ ആണ്. ഈ 63 അംഗങ്ങളിൽ നിയുക്ത MLA-മാരുടെ ഭൂരിപക്ഷം വി ഡി സതീശന് ലഭിച്ചേക്കില്ല എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അതായത് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരോട് നിരീക്ഷകർ അഭിപ്രായം ആരായുമ്പോൾ അവരിൽ വലിയൊരു വിഭാഗം KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുകയും മറ്റൊരു വിഭാഗം രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുകയും ചെയ്താൽ അതിനുശേഷം ഉള്ളവർ ആയിരിക്കും വി ഡി സതീശനെ പിന്തുണയ്ക്കുക. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ MLA-മാരുടെ പിന്തുണ വി ഡി സതീശന് ലഭിക്കുമോ എന്നതിൽ സംശയമുണ്ട്. മറ്റൊന്ന് നമുക്കറിയാം, ഇത്തവണ തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ സാമുദായിക ശക്തികളുടെ നിലപാടുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കമന്റ്, ഒരു പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതായത് 100-ലധികം സീറ്റ് നേടുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അത് നേടുന്നില്ല എങ്കിൽ വനവാസത്തിന് തയ്യാറാകുമോ വി ഡി സതീശൻ എന്ന് ചോദിക്കുന്നു. 100 സീറ്റല്ല 98 സീറ്റ് കിട്ടിയാൽ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഞാൻ രാജിവെക്കാൻ ഒരുക്കമാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള നേതാക്കളുടെ സമീപനം വി ഡി സതീശനോട് ഇത്തരത്തിലാണ്. സുകുമാരൻ നായരും വി ഡി സതീശന് എതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷേ അത്തരം സമ്മർദ്ദ ശക്തികളൊന്നും തെരഞ്ഞെടുപ്പിൽ UDF-നെ തോൽപ്പിക്കാൻ നോക്കേണ്ടതില്ല. ജനങ്ങൾ വിജയിപ്പിക്കുമെന്ന് കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ഏതാണ്ട് അത് തന്നെ പ്രതിഫലിക്കുകയും ചെയ്തു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നതുകൂടി ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം ഉള്ളത് വി ഡി സതീശന്റെ ഭരണതലത്തിലെ പരിചയക്കുറവാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം ആദ്യ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നത് രമേശ് ചെന്നിത്തലയാണ്. അതിനുശേഷമാണ് വി ഡി സതീശൻ ഈ പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുത്തത്. ഒരുപക്ഷെ സംഘടനാ തലത്തിലും അല്ലെങ്കിൽ ഒരു MLA എന്ന നിലയിലുമൊക്കെ തുടർച്ചയായി വിജയിച്ചു കയറുന്ന വി ഡി സതീശൻ എന്നാൽ ഇതിനു മുമ്പ് ഭരണതലത്തിൽ മന്ത്രിസ്ഥാനം പോലെയുള്ള പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഭരണതലത്തിലെ പരിചയക്കുറവ് ഒരു പരിധിവരെയെങ്കിലും പ്രതികൂലമാകുവാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഈ ഹൈക്കമാൻഡിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാൽ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമോ എന്നതാണ്. രമേശ് ചെന്നിത്തല ഏതെങ്കിലും മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാകുമോ, മന്ത്രിസഭയ്ക്ക് പുറത്തു നിൽക്കുമോ എന്നതുകൂടിയാണ് ഹൈക്കമാൻഡിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ഇനി നമ്മൾ അടുത്ത പേരിലേക്ക് പോകുന്നത് KC വേണുഗോപാലിൻ്റെതാണ്. സൂചിപ്പിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവർ തെരഞ്ഞെടുക്കപ്പെട്ടവർ ആണെങ്കിൽ KC വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. അതിൻ്റെ സാഹചര്യം ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. KC വേണുഗോപാലിനുള്ള ഏറ്റവും അനുകൂലമാകുന്ന ഘടകം എന്നത് അദ്ദേഹത്തിന് ഹൈക്കമാൻഡിൽ ഉള്ള സ്വാധീനമാണ്. ഗാന്ധി കുടുംബത്തിൽ ഉള്ള സ്വാധീനം തന്നെയാണ്. ഇപ്പോഴും ഹൈക്കമാൻഡിലെ ഏറ്റവും നിർണായക ചാലക ശക്തിയായി വർത്തിക്കുന്നത് KC വേണുഗോപാൽ എന്ന മലയാളിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ അന്തിമ വാക്ക് എന്നത് ഹൈക്കമാൻഡാണ്. ആ ഹൈക്കമാൻഡിൽ ഏത് തരത്തിലുള്ള സമ്മർദ്ദവും ചെലുത്താൻ സാധിക്കുന്ന നേതാവാണ് ഈ KC വേണുഗോപാൽ എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൻ്റെ നീക്കങ്ങളാണ് ഇപ്പോൾ തന്നെ നടക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമ്പോൾ പോലും നമുക്കറിയാം, ഇത്തവണ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് നിരവധിയായ സ്ഥാനാർത്ഥികൾ, യുവാക്കൾ ഇടം നേടിയിരുന്നു. സാഹചര്യത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു. ഉദാഹരണത്തിന് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വിജയിച്ചു കയറിയിട്ടുള്ള AD തോമസിനെ പോലെയുള്ള നേതാക്കൾ
വളരെ അപ്രതീക്ഷിതമായി പട്ടികയിലേക്ക് ഇടം നേടിയവർ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധിയായ ആളുകൾ MLA-മാരായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ നിയുക്ത MLA-മാരിൽ ഭൂരിഭാഗവും ഈ ഘട്ടത്തിൽ KC വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്നതാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. അത് വലിയ അനുകൂലമാകുന്ന മറ്റൊരു ഘടകമാണ്. അതോടൊപ്പം തന്നെയാണ് MP-മാരുടെ നിലപാട് നിർണായകമാവുക എന്നത്. നിരീക്ഷകർ MLA-മാരിൽ നിന്ന് മാത്രമല്ല MP-മാരിൽ നിന്ന് അടക്കം അഭിപ്രായങ്ങൾ ആരായും. ആ MP-മാരെ നമുക്കറിയാം, VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും ഒക്കെ പിന്തുണയ്ക്കുന്നവർ ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ MP-മാരിലും ഭൂരിഭാഗത്തിൻ്റെയും അഭിപ്രായം ഒരു പക്ഷേ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം എന്നായിരിക്കാം. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട്, അത് K സുധാകരൻ്റേതാണ്. അതായത് കേരളത്തെ നയിക്കാൻ പ്രാപ്തനായ ഒരാൾ KC വേണുഗോപാൽ ആണ് എന്ന് പരസ്യമായി തന്നെ FB-യിൽ കുറിച്ചിരുന്നു എന്നതുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തി പോകേണ്ടതുണ്ട്. മറ്റൊന്ന് ഭരണതലത്തിലെ അനുഭവ സമ്പത്താണ്. അദ്ദേഹത്തിന് MLA എന്ന നിലയിൽ കേരളത്തിലെ മന്ത്രിസഭയിലും കേന്ദ്രത്തിലെ മന്ത്രിസഭയിലും ഒക്കെയുള്ള മെയ് വഴക്കം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് മാധ്യമങ്ങളടക്കം VD സതീശനിലേക്കും ഒപ്പം രമേശ് ചെന്നിത്തലയിലേക്കും ഫോക്കസ് ചെയ്തപ്പോൾ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കുന്നതിൽ നിർണായകമായത് KC വേണുഗോപാൽ തന്നെയാണ്. നിരവധി വിമതർ ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയെ പോലെയുള്ള ആളുകളെയൊക്കെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തി അവിടെയൊക്കെ പൊടുന്നനെ ഇടപെടാനും അവിടെ ആ വിമതരെ അനുനയിപ്പിക്കാനും ഒക്കെ സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. അത്തരം ചില ദൃശ്യങ്ങളൊക്കെ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഓർമ്മയുണ്ടാകും. ചില നേതാക്കളെ കെട്ടിപ്പിടിക്കുകയും ആശ്വസിപ്പിക്കുകയും ഇതിനുശേഷം നമ്മൾ കൃത്യമായി കണ്ടിരിക്കും, ഇടം നൽകിയിരിക്കും എന്നതൊക്കെ. അതൊക്കെ സംഘടനാ തലത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒന്നാണ്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മത സാമുദായിക സംഘടനകളുമൊക്കെയായി KC വേണുഗോപാൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ബന്ധം, ഇതെല്ലാം KC വേണുഗോപാലിന് അനുകൂലമാകുന്ന ഘടകങ്ങൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഘട്ടത്തിൽ അതായത് A ഗ്രൂപ്പ് I ഗ്രൂപ്പ് ഈ രണ്ട് ഗ്രൂപ്പുകൾ അങ്ങേയറ്റം അപ്രമാദിത്വം പുലർത്തിയിരുന്ന സമയത്ത് നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ആ ഗ്രൂപ്പുകൾക്ക് അതീതമായ ഒരു പിന്തുണ ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും ചോദിക്കുന്നത്, കേരളത്തിലേക്ക് കോൺഗ്രസ് നിരീക്ഷകർ എത്തുമ്പോൾ ചാണ്ടി ഉമ്മൻ ആരുടെ പേരായിരിക്കും പറയുക അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്? ചാണ്ടി ഉമ്മൻ VD സതീശൻ്റെയോ അതല്ല എങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പേരല്ല പറയാൻ പോകുന്നത്, KC വേണുഗോപാലിൻ്റെ പേരാണ് പറയാൻ പോകുന്നത് എന്ന ആത്മവിശ്വാസം പുലർത്തുന്ന KC അനുഭാവികൾ കൂടിയുണ്ട് ഇപ്പോൾ എന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ആണ് KC വേണുഗോപാൽ അനുകൂലികൾ ഏറ്റവും അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് സൂചിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞുപോയി, വിമതരെ അനുനയിപ്പിക്കാനായത് KCക്ക് തന്നെയാണ് എന്ന്. ഇനിയിപ്പോൾ നമ്മൾ KCയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ ഹൈക്കമാൻഡിന് മുന്നിലുണ്ടാകുന്ന പ്രതികൂല ഘടകങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എന്നതാണ്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിന് ഇപ്പോൾ പോലും സോഷ്യൽ മീഡിയകളിൽ വലിയ പ്രചാരണമാണ് നടക്കുന്നത്. VD സതീശനെ പോലെ ഒരാളെ ഉയർത്തി കാണിച്ച ശേഷം മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കിയാൽ അത് കേരളത്തിൻ്റെ ജനത അംഗീകരിക്കില്ല, വലിയ തിരിച്ചടിയായി മാറും എന്ന തരത്തിലൊക്കെ VD സതീശൻ അനുഭാവികൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ വലിയ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ എന്തിന് ഇനി മറ്റൊരു തെരഞ്ഞെടുപ്പിനെ കളമൊരുക്കിക്കൊണ്ട് കേരളത്തിലേക്ക് തിരികെ എത്തിക്കണം എന്നുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പുകൾ വന്നേക്കും. നമുക്കറിയാം, 1 അല്ല 2 ഉപതെരഞ്ഞെടുപ്പിന് കേരളം സാക്ഷ്യം വഹിക്കേണ്ടതായി വരും എന്നതാണ്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ ഇപ്പോൾ തന്നെ MLA അല്ല, അതുകൊണ്ട് ഏറ്റവും സേഫായ ഒരു മണ്ഡലത്തിൽ മത്സരിക്കേണ്ടതായി വരും. അങ്ങനെ മത്സരിക്കുകയും അതിനുശേഷം അദ്ദേഹം വിജയിക്കുകയും ചെയ്താൽ MP സ്ഥാനത്തേക്ക് മറ്റൊരു ഒഴിവ് കൂടി വരും. അതായത് KC വേണുഗോപാൽ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും MP സ്ഥാനം രാജിവെക്കാതെ ആയിരിക്കും മത്സരിക്കുക എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് വിജയപരാജയത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അങ്ങനെയെങ്കിൽ 2 തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയാണ് ഉള്ളത്. മറ്റൊന്ന്, അത് സംഘടനാ തലത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഒരു പക്ഷേ അനുഭാവികൾക്കോ അല്ലെങ്കിൽ ഇഷ്ടക്കാർക്കോ ഒന്നും ഇത് പ്രധാനപ്പെട്ടതാകണമെന്നില്ല. പക്ഷേ കോൺഗ്രസ് എന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് KC വേണുഗോപാലിന് മാറി നിൽക്കേണ്ടതായി വരും. മുഖ്യമന്ത്രിയായാൽ പിന്നീടുള്ള 5 വർഷക്കാലം കേരളത്തിൽ നിന്ന് അനങ്ങാൻ പറ്റില്ല. നമുക്കറിയാം, പ്രതിപക്ഷത്ത് ഇടതുപക്ഷമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംഘടനാ തലത്തിൽ ദേശീയ ശ്രദ്ധയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. അവിടെയാണ് കേരളം, ഇപ്പോൾ കർണാടകം, അതോടൊപ്പം തന്നെ തെലങ്കാന,
പോലെയുള്ള സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലാണ് കൂടുതലായി അധികാരത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് ഇരിക്കുന്നത്. അവിടെ ഏറ്റവും കരുത്തനായ ഒരു നേതാവ് ഇപ്പോൾ കർണാടകത്തിലെ തന്നെ പല മന്ത്രിമാരുമായും ഒക്കെ ഏറ്റവും അടുത്ത ബന്ധം ഉള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുമായി അടുപ്പം പുലർത്തുന്ന, ഒരു പരിധിവരെയെങ്കിലും സാമ്പത്തികമായി വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്ന കോൺഗ്രസിന് അത്തരത്തിൽ പോലും ആളുകളുമായി ഇടപെട്ട് നേതാക്കളുമായി സംസാരിച്ച് അത്തരം ഒരു സാമ്പത്തിക വശം കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവ് എന്ന നിലയിൽ തന്നെ തീർച്ചയായും കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് മാറി നിന്നാൽ അത് ദേശീയ നേതൃത്വത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതാണ്. ഇനിയിപ്പോൾ അറിയേണ്ടത് രമേശ് ചെന്നിത്തലയെക്കുറിച്ചാണ്. അവിടെയും ഞാൻ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായാൽ രമേശ് ചെന്നിത്തലയുടെ സാഹചര്യം എന്ത് എന്നത് ചോദ്യമായി മാറുന്നത് പോലെ ഹൈക്കമാൻഡിന് മുന്നിലെ മറ്റൊരു ചോദ്യമാണ്, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ വി.ഡി. സതീശൻ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ, അദ്ദേഹം ഒരു ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാകുമോ എന്നത്. പക്ഷേ നമുക്ക് രമേശ് ചെന്നിത്തലയെ തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എംഎൽഎമാരിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ രമേശ് ചെന്നിത്തല തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുമ്പോൾ സീനിയോറിറ്റി കൂടി പരിഗണിക്കണം എന്നത്. ഒരു പക്ഷേ ഇതിനു മുമ്പ് കോൺഗ്രസിൻ്റെ ഒരു കീഴ്വഴക്കവും അതുതന്നെയായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് മാത്രവുമല്ല, മറ്റൊരു കാര്യം, നേരത്തെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പരിഗണിക്കപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. ആ കാലഘട്ടം ഉമ്മൻചാണ്ടിയുടേതാണ്. അതായത് ആദ്യ പിണറായി വിജയൻ അധികാരത്തിലേറുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടിയെപ്പോലെ തന്നെ പരിഗണിക്കപ്പെട്ടിരുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല. ഒരു പക്ഷേ ഒരു ടേം വ്യവസ്ഥയിൽ മുഖ്യമന്ത്രി ആദ്യം രമേശ് ചെന്നിത്തല ആയേക്കാം, അതല്ല എങ്കിൽ രണ്ടാമതായേക്കാം, അങ്ങനെ പോലും ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു അവസരം, ആ അവസരം അദ്ദേഹത്തിൽ നിന്ന് തട്ടിമാറ്റപ്പെട്ട സമയത്ത് അത് അംഗീകരിച്ച ഒരു നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തെ ഹൈക്കമാൻഡിന് പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല. ഒപ്പം ഭരണതലത്തിലെ പരിചയമാണ്. നമുക്കറിയാം, കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തി കൂടിയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ ജനപ്രതിനിധിയാവുകയും ചെയ്ത രമേശ് ചെന്നിത്തല ഇതിനോടകം തന്നെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് അടക്കം കൈകാര്യം ചെയ്തിട്ടുള്ള പരിചയമുണ്ട് എന്നതാണ് അദ്ദേഹത്തിന് അനുകൂലമാകുന്ന ഘടകങ്ങൾ. അതോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു. ഇവിടെ ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കേണ്ടത്, ആദ്യ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. അതെല്ലാം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വീണ്ടും ചർച്ചയാവുകയും ചെയ്തതാണ്. പക്ഷേ അവസാനം നമുക്കറിയാം, തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്നതിന് മുമ്പ് കോവിഡ് പോലെയുള്ള പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഒരു പക്ഷേ ഇപ്പോഴും പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത് അങ്ങനെ ഒരു കോവിഡ് കാലഘട്ടം ഉണ്ടായിരുന്നില്ല എങ്കിൽ കോൺഗ്രസ് ജയിക്കുമായിരുന്നുവെന്നും ഇതേ രമേശ് ചെന്നിത്തല തന്നെ അന്ന് മുഖ്യമന്ത്രിയാകുമായിരുന്നു. അതുകൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവിന് ഏതെങ്കിലും തരത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ല. അദ്ദേഹം കരുത്തനായി തന്നെയാണ് വർത്തിച്ചത് എന്ന ഒരു പൊതു നിരീക്ഷണം കൂടിയുണ്ട്. മറ്റൊന്ന് സമുദായ നേതാക്കളുടെ പിന്തുണയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വി.ഡി. സതീശൻ പലപ്പോഴും സമുദായ നേതാക്കളുടെ പൂർണ്ണമായ ഒരു പിന്തുണ നേടാൻ സാധിച്ചിട്ടുള്ള നേതാവല്ല എന്ന് മാത്രവുമല്ല, അത്തരം സമ്മർദ്ദ ശക്തികളെ എതിർക്കുകയും ചെയ്യുമ്പോൾ സമുദായ നേതാക്കളുടെ കൂടുതൽ പിന്തുണ ആർജിക്കാൻ ശേഷിയുള്ള ഒരാൾ കൂടിയാണ് രമേശ് ചെന്നിത്തല. അത്തരം മെയ്വഴക്കം അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയ അനുഭവ സമ്പത്തിൽ നിന്ന് നേടാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള 5 വർഷങ്ങൾ എന്നത് ഭരണതലത്തിൽ മികവ് പുലർത്തണം, മതസാമുദായിക സംഘടനകളെ ഒപ്പം നിർത്തണം, അങ്ങനെയുള്ള എല്ലാ ഇക്വേഷൻസും പാലിക്കാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രി ആകണമെങ്കിൽ അവിടെയാണ് രമേശ് ചെന്നിത്തലയെ പരിഗണിക്കേണ്ടതായി വരുന്നത്. അതേസമയം മറുഭാഗത്ത് രമേശ് ചെന്നിത്തല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് നയിച്ചു പരാജയപ്പെട്ട നേതാവ് എന്ന തരത്തിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. പ്രത്യേകിച്ച് സാധാരണ നമുക്കറിയാം, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ 5 വർഷം ഒരു മുന്നണി അധികാരത്തിലിരിക്കും, അതിനുശേഷം അടുത്ത മുന്നണി അധികാരത്തിൽ വരും, പിന്നീട് വീണ്ടും അത് ആ മുന്നണി മാറും. ഇതാണ് എങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി 10 വർഷക്കാലം പൂർത്തിയാക്കിയത് പിണറായി വിജയനായിരുന്നു. അന്ന് ഒരു പ്രതിപക്ഷത്തിരുന്ന രമേശ് ചെന്നിത്തല പരാജയമായി പോയി എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തൽ മറുഭാഗത്തിനെങ്കിലും ഉണ്ട് എന്നതാണ്. ഇനിയിപ്പോൾ അറിയേണ്ടത് ഹൈക്കമാൻഡിൻ്റെ ഒരു പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുമോ എന്നതാണ്. അവിടെ നിർണായകമാകാൻ പോകുന്നത് കെ സി വേണുഗോപാൽ ഒരു പക്ഷേ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നില്ല എങ്കിൽ കെ സി വേണുഗോപാലിന് കൂടുതൽ തൽപരനായിട്ടുള്ള ആൾ രമേശ് ചെന്നിത്തല എന്നതാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്ത് ഉള്ള ഒരു പിന്തുണ അദ്ദേഹത്തിന് ഇപ്പോൾ ഹൈക്കമാൻഡിൽ ഇല്ല. ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, സോണിയാഗാന്ധിയുമായും ഗാന്ധി കുടുംബവുമായി ഏറ്റവും നല്ല അടുപ്പം പുലർത്തിയിരുന്ന, ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും നന്നായി ഹിന്ദി സംസാരിക്കുന്ന നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ അടക്കം പ്രസംഗിക്കാൻ പോകുന്ന ഒരാൾ കൂടിയാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ടൊക്കെ നേതാക്കൾക്കിടയിൽ വലിയ ഹൈക്കമാൻഡിനിടയിലൊക്കെ നല്ല സ്വാധീനമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ സ്വാധീനം ഇല്ല. ഹൈക്കമാൻഡിൻ്റെ പിന്തുണ അങ്ങനെ ലഭിച്ചേക്കില്ല എന്ന സൂചനയുണ്ട്. അതോടൊപ്പം തന്നെ നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തുമ്പോൾ
MLA-മാരിൽ നിന്ന് അഭിപ്രായം ആരായുമ്പോൾ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചു നേരത്തെ ഉള്ളതുപോലെ AI ഗ്രൂപ്പുകൾ അങ്ങനെയൊരു പ്രബലമായ ഗ്രൂപ്പ് കോൺഗ്രസിൽ ഇല്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ MLA-മാരിൽ 63 പേരിൽ എത്ര പേരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കും എന്നതുകൂടി ഹൈക്കമാൻഡിന് വിലയിരുത്തേണ്ടതായി വരും. അവിടെ ഒരു ഭൂരിപക്ഷത്തിലേക്ക് രമേശ് ചെന്നിത്തല എത്തില്ല എന്നാണ് അറിയുന്നത്. എങ്കിലും കുറേയധികം MLA-മാരുടെ പിന്തുണ ആർജിക്കാൻ സാധിക്കും എന്ന ഒരു നിരീക്ഷണം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഓരോ നേതാക്കളെയും 1 by 1 ആയി കാണുകയും ഒറ്റയ്ക്കിരുത്തിയാണ് നിരീക്ഷകർ അഭിപ്രായം തേടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രഹസ്യ സ്വഭാവം ഉണ്ട് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. ഒപ്പം ഘടകകക്ഷികളുടെ പിന്തുണ അവിടെയാണ് വി ഡി സതീശനെ പിന്തുണച്ചുകൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രംഗത്തെത്തിയിരുന്നു എന്ന കാര്യം ഓർമ്മിപ്പിച്ചത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റേത് ഉൾപ്പെടെയുള്ള ഒരു പരിപൂർണമായ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുമോ എന്നതിൽ സംശയമുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ആണ് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതികൂലമാകുന്നത്. ഈ സാഹചര്യങ്ങളെ വിലയിരുത്തി ഇതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക എന്നതാണ് ഹൈക്കമാൻഡിന് മുന്നിലെ വലിയ വെല്ലുവിളി. ആ വെല്ലുവിളിയെ എങ്ങനെയാണ് ഹൈക്കമാൻഡ് മറികടക്കുക? ഇതിൽ രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, ഒപ്പം KC വേണുഗോപാൽ, ഇതിൽ ആരാകും മുഖ്യമന്ത്രി എന്നതാണ് ഹൈക്കമാൻഡ് അന്തിമമായി തീരുമാനിക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.